ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായതും ടേസ്റ്റി ആയതുമായ ഒരു റെസിപ്പിയാണ്. അത് വേറൊന്നുമല്ല, ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന വിഷമമൊന്നും ഇതിനില്ല, എന്നാലും അത്ര തന്നെ ടേസ്റ്റിയുമാണ്. ഒലിവ് ഓയിൽ തന്നെ വേണം ഇത് ചെയ്യാൻ. സിമ്പിളായ ഈ റെസിപ്പി നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരി അളന്നെടുക്കണം. ഞാനിവിടെ നീളമുള്ള ബസ്മതി റൈസാണ് എടുത്തത്. നമ്മൾ സാധാരണ ജീരകശാല അരി എന്ന് പറയുന്നത് വളരെ ചെറിയ അരിയല്ലേ, ഇത് നീളമുള്ള ബസ്മതി റൈസ്. ഇത് 1.5 കപ്പാണ് എടുത്തത്. എപ്പോഴും എടുക്കുന്ന 240 ml കപ്പിന് 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ ഇത് ആദ്യം ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകി കൊണ്ടുവരാം. അരി നന്നായി കഴുകി കഴിഞ്ഞു. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇവിടെ കുതിരാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇതവിടെ കിടന്ന് സോക്കാവട്ടെ. അരി സോക്ക് ചെയ്തിട്ടിട്ട് ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടി കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് കൊണ്ടുവരാം. അരി സ്ട്രെയിനറിലിട്ട് വെച്ചേക്കുവാണ്. ഇനി ഇതിന് വേണ്ടുന്ന വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 1.5 കപ്പ് അരിയല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 240 ml കപ്പിന് 1.5 കപ്പ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 2 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം വേണ്ടി വരും. അതായത് 1/4 കപ്പിൻ്റെ പകുതി 1/8 പോർഷൻ വരും. അതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം വരും. അപ്പോൾ 1.5 കപ്പ് അരിക്ക് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വെള്ളം 2 കപ്പും 2 ടേബിൾ സ്പൂണുമാണ്. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെക്കട്ടെ. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. പ്രഷർ കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ചേർത്തു. അതായത് 2 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് വെള്ളം. പിന്നീട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ഒലിവ് ഓയിലാണ്. പിന്നീട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 പീസ് ആയതാണത്, അത് ചേർത്തു. പിന്നീട് 2 ഏലക്ക ചേർത്തു. അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പൂ കൂടി ചേർത്തു. പിന്നീട് 1 ടീസ്പൂണും പിന്നീട് ഒരു പിഞ്ച് സാൾട്ട് കൂടി ചേർത്തു. പിന്നീട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കുകയാണ്. അത് ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ പോലുള്ള തവി വെച്ച് ചേർക്കുമ്പോഴത്തേക്കും ആ സീഡ്സ് ഒന്നും താഴേക്ക് പോവില്ല. അപ്പോൾ ഒരു ചെറുനാരങ്ങ നീര് മുഴുവനായി ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർക്കുകയാണ്. നമ്മളിപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ടാണ് ഉള്ളത്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ലിഡൊന്ന് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇടാതെ വേണം നമ്മളിതിൻ്റെ ലിഡ് ഇടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, വെയിറ്റ് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലൂടെ സ്റ്റീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് സ്റ്റീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഹോളിലൂടെ ഇപ്പോൾ സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതേ മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് കൂടെ കണ്ടിന്യൂസ് ആയി സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 4 മിനിറ്റ്. അപ്പോൾ സ്റ്റീം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മിനിറ്റ് ആയി കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി. അത്രയും വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് ഈ റൈസ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണം. നന്നായി കുക്കായിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്തുടഞ്ഞു പോയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചാൽ മതി. ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കരുത്, തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി
അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചതാണിത്. അതിലേക്ക് ആദ്യം തന്നെ ഒരു 200 ഗ്രാം ചിക്കനാണ് ഇതുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നീട് ചേർക്കുന്നത് സോയാ സോസാണ്. അത് 1 ടീസ്പൂൺ ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ് നമുക്കതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്തു. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇതിന് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്യട്ടെ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം. അപ്പോഴത്തേക്കും ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന് നന്നായി പിടിച്ചോളും. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി അതിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ അളന്നെടുത്ത കപ്പില്ലേ, അരി അളന്നെടുത്ത കപ്പിനാണ് നമ്മൾ മെഷർമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അതിങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നീട് ഒരു 1/2 കപ്പ് ബീൻസ്, അതും നീളത്തിലാണ്, ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തത്. പിന്നീട് ഒരു 1/2 കപ്പ് ക്യാബേജ്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ്, ഒരു വലിയ സവാള അതും നീളത്തിൽ. പിന്നീട് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. ഇത്രയാണ് പച്ചക്കറികൾ വേണ്ടത്. പിന്നീട് നമുക്ക് ഇനിയും സോയാ സോസും റെഡ് ചില്ലി പേസ്റ്റൊക്കെ വേണം. അതൊക്കെ ചേർക്കുന്ന സമയത്ത് പറയാം അതിൻ്റെ ആ ക്വാണ്ടിറ്റിയൊക്കെ. അപ്പോൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാന് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. കൂടുതലൊന്നും ചേർക്കണ്ട, ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയം വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടാവട്ടെ. പാനിപ്പോൾ നന്നായി ചൂടായി. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസും നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റി കൊടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് ക്യാരറ്റ് ചേർക്കാം. പിന്നീട് നമുക്ക് ബീൻസ് ചേർക്കാം. പിന്നീട് നമുക്ക് കാബേജ് ചേർക്കാം. ക്യാപ്സിക്കവും ചേർക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ സോട്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇതിലേക്ക് ഞാൻ 2-3 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് റെഡ് ചില്ലി സോസാണ്. അത് 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്, റെഡ് ചില്ലി സോസ്. അപ്പോൾ സോസൊക്കെ നമ്മൾ ചേർക്കുന്നതിന് മുന്നേ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ സെറ്റിലായിട്ട് മുകൾ ഭാഗത്തേക്ക് നീര് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി അടുത്തതായി ചേർക്കുന്നത് സോയ സോസാണ്. അതും 1 ടീസ്പൂൺ തന്നെയാണ് ചേർക്കേണ്ടത്. അതും 1 ടീസ്പൂൺ ചേർക്കാം. രണ്ട് സോസും ചേർത്തതിന് ശേഷം 1 മിനിറ്റാണ് ഞാൻ വഴറ്റിയത്. അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർക്കുകയാണ്. ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർക്കാം. നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഇതിലേക്ക് ചേർക്കുകയാണ്. ചോറ് ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത്രയും മതി. അതിനുശേഷം നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാൻ ഫ്ലെയിം വളരെ ഒരു മീഡിയം ഫ്ലെയിമാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സാവകാശം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇത്തിരി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടേ ഉള്ളത്. ഇപ്പോൾ ഒരുമാതിരി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഞാനൊന്ന് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. ചിക്കൻ ഉണ്ട്, അതിന് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട്. ക്യാരറ്റും കാബേജും ബീൻസും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങിയിട്ട് അത് ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാം. എനിക്കെന്തോ സ്പ്രിംഗ് ഓണിയൻ അവസാനം ഗാർണിഷ് ചെയ്യുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കില്ലേ, അപ്പോൾ അതെന്തോ ഇഷ്ടമാവുന്നില്ല. അത് കാരണമാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാത്തത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ കടിക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരല്പം സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്തോളൂ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളല്ലേ? രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന വിഷമോ ബുദ്ധിമുട്ടൊന്നും ഈ ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഈ നീളമുള്ള അരി തന്നെ വാങ്ങിക്കണം. മറ്റേ ജീരകശാല അരി വെച്ചിട്ട് ബിരിയാണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നീളമുള്ള അരി തന്നെ വാങ്ങിക്കണം. അരിയൊക്കെ കുക്കറിൽ പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീടൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് പബ്ലിക് കമൻ്റായിട്ട് അയച്ചു തരിക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.